എല്ലാവർക്കും നമസ്കാരം. ഒലാപ്പിൻ്റെ ക്യാൻവ എന്ന മാജിക് ടൂൾ എന്ന പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ ടെംപ്ലേറ്റുകൾ എഡിറ്റ് ചെയ്ത് ഡിസൈൻ ഉണ്ടാക്കാൻ നിങ്ങളെ ക്യാൻവ സഹായിക്കുന്നു. കൂടാതെ AI സഹായത്താൽ ഇമേജ് ജനറേഷൻ, വീഡിയോ ജനറേഷൻ എന്നിവ ചെയ്യാൻ ക്യാൻവയിലൂടെ കഴിയും. ഈ വീഡിയോ ബേസിക് ഡിസൈൻ കൂടെ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഒരു കാരണവശാലും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണരുത്. കൂടാതെ അവസാന ഭാഗം നിങ്ങൾക്കായി ഒരു സർപ്രൈസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്യാൻവയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി ക്യാൻവ ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ക്യാൻവ ഇൻസ്റ്റാൾ ചെയ്യുക. തുടർന്ന് ക്യാൻവ ഓപ്പൺ ചെയ്യുക. ക്യാൻവ ഓപ്പണായി വരികയാണ്. ഞാൻ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ഒരു ഡിസൈനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായിട്ട് ഒരു 3 ലൈൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് എ ഡിസൈൻ, ഹോം, ആസ്ക്, പിന്നെ നേരത്തെ ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ കാണാൻ സാധിക്കും. ഇതിൽ ക്രിയേറ്റ് എ ഡിസൈൻ എന്ന ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആദ്യം ഏത് ടൈപ്പ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ടൈപ്പ് നമുക്ക് സെലക്ട് ചെയ്യാം. പ്രസൻറ്റേഷൻ, റെസ്യൂമേ, ഡോക്യുമെൻ്റ്, പോസ്റ്റർ, അങ്ങനെ കുറേ ഡിസൈൻസിൻ്റെ സൈസുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൽ ഏതാണ് വേണ്ടതെന്നുള്ളത് കൊടുക്കുക. ഞാനിവിടെ പോസ്റ്ററാണ് കൊടുക്കുന്നത്. പോർട്രേറ്റ് A2 സൈസിലുള്ള ഒരു പോസ്റ്ററാണ് നമുക്ക് കാണുന്നത്. ആദ്യം ചെയ്യേണ്ടത് ഈ സൈസ് നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുക. നമുക്ക് അത് എങ്ങനെ നമ്മൾ A2 ഇത്തിരി വലിയ സൈസാണ്. A4 ഉണ്ട്, A4-നേക്കാളും വലുതാണ് A3, അതിനേക്കാളും വലുതാണ് A2. നമുക്ക് ഞാൻ നേരത്തെ സെലക്ട് ചെയ്ത അത് തന്നെ ഒന്ന് കൊടുക്കുക. റീസെൻ്റ്ലി യൂസ്ഡ്, ഡു മോർ ഓഫ് വാട്ട് യു ലവ്. അത് വന്നു കഴിഞ്ഞു. നമുക്ക് സൈസ് ഒന്ന് റീസൈസ് ചെയ്ത് അതിനുവേണ്ടി സെൻട്രലിലായിട്ട് കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ റീസൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ആ റീസൈസിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. റീസൈസിൽ കസ്റ്റം സൈസാണ് കൊടുക്കുന്നത്. സെൻറ്റിമീറ്ററിലാണ് കാണുന്നത്. 4259.4 ആണ് തന്നേക്കുന്നത്. ഇതിൽ ഞാനൊരു 20 കൊടുത്ത് 40 കൊടുത്ത് റീസൈസ് ദിസ് ഡിസൈൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, പേജ് റീസൈസ് ആയി കഴിഞ്ഞു. എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒരു പേര് കൊടുക്കുക. അപ്പോൾ ലാബ് ഡിസൈൻ. ഓക്കെ, ഞാൻ കൊടുത്ത സൈസ് ഇപ്പോൾ ഹൈറ്റ് കുറച്ച് കൂടിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഡെയിലി മോട്ടിവേഷൻ എന്ന് പറയുന്ന ആദ്യത്തെ ടെക്സ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് അതിനെ ഞാനൊന്ന് എഡിറ്റ് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ബാക്ക് സ്പേസ് കൊടുത്ത് അതിനെ ക്യാപ്സ് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ടൈപ്പ് ചെയ്താലും ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഓല ഫോർ എഡ്യൂക്കേഷൻ. ഡു മോർ എന്നുള്ള മാറ്റിയിട്ട് ഗെയിൻ നോളേജ് ആൻഡ് ഷെയർ നോളേജ്. ഞാൻ നേരത്തെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇത് എൻ്റെ മെമ്മറിയിൽ നിന്ന് വന്നത്.
ഇതിനെ ഒന്ന് സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ആവശ്യത്തിനുള്ള ഒരു സൈസിലേക്ക് മാറ്റാം. നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിരിക്കുന്ന ഡിസൈനിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്താതെ ടെക്സ്റ്റ് മാത്രമാണ് ഞാൻ ചേഞ്ച് ചെയ്യുന്നത്. Hola. ഓക്കെ, എൻ്റെ മെയിനായിട്ടുള്ള ഡിസൈൻ കഴിഞ്ഞു. ഇനി എനിക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ടുണ്ട്. ഞാൻ ടെക്സ്റ്റ്, ഈ മൂന്നാമത് കാണുന്ന ടെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഈ കാണുന്നതിലൊരു ടെക്സ്റ്റ് ബോക്സാണ് നമുക്ക് വേണ്ടെങ്കിൽ ആഡ് എ ടെക്സ്റ്റ് ബോക്സ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. കുറച്ച് വലിയ ടെക്സ്റ്റാണ് വേണ്ടെങ്കിൽ ആഡ് എ ഹെഡിങ് കൊടുക്കാം. സബ് ഹെഡിങ് വേണമെങ്കിൽ അങ്ങനെ താഴോട്ട് പോകുന്നവർ ചെറുതാവും. ഞാൻ ഈ ടെക്സ്റ്റ് ബോക്സ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്. അതിനെ നമുക്ക് ആ ടെക്സ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരാം. ഒന്ന് വലുതാക്കാം. ഞാൻ സ്വന്തമായിട്ട് ഒരു ടെക്സ്റ്റ് ബോക്സ് അതിനകത്ത് ഇൻസേർട്ട് ചെയ്ത് അതിലേക്ക് ടൈപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി ഈ നമ്മൾ ആഡ് ചെയ്ത ഈ ടെക്സ്റ്റ് ഒന്ന് വലുതാക്കാം. അതിൻ്റെ ഒരു കോർണറിൽ പിടിച്ച് വലിച്ചാൽ മതി. നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് വയ്ക്കുക. വലുതാക്കുക, നടുക്കായിട്ട് വയ്ക്കുക. ഇനി ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്തു. ഫോണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ഫോണ്ട്സ് വന്നിട്ടുണ്ട്. അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഫോണ്ടാണ് കാണിക്കുന്നത്. ആൻറ്റോൺ. ഓക്കെ, ഒരു വളരെ ലളിതമായിട്ടുള്ള ഒരു ഡിസൈനാണ് ഞാനിപ്പോൾ ചെയ്തത്. എനിക്കിനി നമുക്ക് അടുത്ത് ചെയ്യാനായിട്ട് പറ്റുന്നത് ഈ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യും. ഇതിനകത്ത് ഈ വി ഡിസൈൻ എന്ന് പറയുന്ന വി ടീച്ച് ഹൗ ടു ഡിസൈൻ എന്ന ഈ ടെക്സ്റ്റിൽ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് എനിക്ക് വേണ്ടത് ഫോണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു ഫോണ്ട് അങ്ങനെ ചേഞ്ച് ചെയ്യാം. ഇനി ടെക്സ്റ്റിൻ്റെ സ്റ്റൈലുണ്ട്, അത് ചേഞ്ച് ചെയ്യാനായിട്ട് ടെക്സ്റ്റ് സ്റ്റൈൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ സബ് ഹെഡിങ് എന്ന് പറയുന്ന ഇതിലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഹെഡിങ് ക്ലിക്ക് ചെയ്തപ്പോൾ ആ ഹെഡിങ് എന്ന് പറയുന്ന ആ ഒരു പ്രത്യേക സൈസാണ്, ഏറ്റവും വലിയ സൈസാണ് ഹെഡിങ്. കാണാൻ കഴിയും, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും. ഹെഡിങ്ങാണ് ഏറ്റവും വലിയ. സബ് ഹെഡിങ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ചെറുതാവും. ബോഡി എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ചെറുതാവും. ഞാൻ ഹെഡിങ് സെലക്ട് ചെയ്തു, എളുപ്പം ഒന്ന് ചെറുതാക്കി. അത് ബോൾഡ്, ഡീഫോൾട്ടായിട്ട് ബോൾഡായിട്ട് വരുന്ന ഒരു സെറ്റിങ്ങാണ് അത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഫോണ്ടിൻ്റെ സൈസ് നമുക്ക് ചെറുതാക്കാനായിട്ട് ഇങ്ങനെയും ഉപയോഗിക്കാം. ഇങ്ങനെയും നമുക്ക് ഫോണ്ട് സൈസ് ചെറുതാക്കാൻ സാധിക്കും. നമ്മൾ ഓരോ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഓപ്ഷൻസ് താഴെ കാണിക്കുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്ത് ഫോണ്ടൊന്ന് ചെറുതാക്കാം. ഇനി നിറം ചേഞ്ച് ചെയ്യാനാണ്
നമ്മൾ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഒത്തിരി കളറുകൾ ഇതിനകത്ത് ആഡ് ചെയ്യരുത്. ചിലർ പച്ച, മഞ്ഞ, ചുവപ്പൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്ത് വയ്ക്കും. അങ്ങനെ ചെയ്യരുത്. 2 അല്ലെങ്കിൽ 3 അതിൽ കൂടുതൽ കളർ ഒരു കാരണവശാലും ഒരു ഡിസൈനിൽ ഉൾപ്പെടുത്താതിരിക്കുന്നതായിരിക്കും നല്ലത്. ഡിസൈൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ലോഗോയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോയോ ആണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കളർ ബേസ് ചെയ്തിട്ടുള്ള 2 3 കളർ മാത്രമേ നമ്മൾ ചെയ്യാവൂ. ഇപ്പോൾ ഈ നിങ്ങൾ കാണുന്ന ഈ ഡിസൈനിൽ ബ്ലാക്കും ഓറഞ്ചും മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് വളരെ ലളിതമായിട്ട് കാണുന്നത്. നമ്മൾ ഡിസൈൻ്റെ തിയറി കൂടെ പഠിച്ച് പോവുകയാണ്. ഓക്കെ. ഒരു ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് അത് എങ്ങനെയാണ് എന്ന് നമ്മളൊരു പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ പ്രൊഫഷണൽ ഡിസൈനേഴ്സ് അല്ല. ഈ ടെംപ്ലേറ്റുകളൊക്കെ അവർ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു ഡിസൈനിൻ്റെ മനസ്സിൽ കണ്ടിട്ടായിരിക്കും. ഈ ഒരു ഡിസൈൻ മനസ്സിൽ കണ്ടിട്ടായിരിക്കും. നമുക്ക് അതിൻ്റെ സോൾ നമ്മൾ ചേഞ്ച് ചെയ്യാതെ വേണം നമ്മൾ അതിനകത്ത് ഡിസൈൻ ചെയ്യാൻ. ഇത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം. ഇനി ഈ ഫോർമാറ്റ് എന്ന് പറയുന്ന ബട്ടണിനകത്ത് ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ, അലൈൻമെൻറ്റ്, താഴെ അലൈൻമെൻ്റ് ഉണ്ട്, ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ്, ജസ്റ്റിഫൈ, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഞാൻ സെൻറ്റർ തന്നെ കൊടുക്കുക. ഓക്കെ. നമ്മൾ വേർഡിലും മറ്റുമൊക്കെ ചെയ്യുന്ന സെയിം ഓപ്ഷനാണ്. അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. സ്പേസിങ് ഇവിടെ ഒന്ന് ലെറ്റർ സ്പേസിങ് ചിലപ്പോൾ ഒന്ന് ലെറ്ററുകൾ തമ്മിലുള്ള ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ലൈൻ സ്പേസിങ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. കമൻറ്റ് ബോക്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റിൽ തരാൻ മറക്കരുത്. വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മൾ ആദ്യം ചെയ്ത റീസൈസ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ഒരു ക്രൗൺ നിങ്ങൾക്ക് കാണാം. റീസൈസ് ക്രൗൺ. ഇത് ഞാൻ പെയ്ഡ് വെർഷൻ ആയതുകൊണ്ടാണ് എനിക്ക് ഈ റീസൈസ് ചെയ്യാൻ കഴിഞ്ഞത്. നിങ്ങൾക്ക് ഒരുപക്ഷെ ഇത് ചെയ്യാൻ സാധിക്കില്ല. കാരണം നിങ്ങൾ ഉപയോഗിക്കുന്ന ഫ്രീ വെർഷൻ ആണെങ്കിൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. എങ്ങനെയാണ് ഇത് മാറ്റേണ്ടത്, പെയ്ഡ് വെർഷനിലേക്ക് മാറ്റേണ്ടതെന്ന് വളരെ കുറഞ്ഞ ചിലവിലുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ അതത്രയും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി എനിക്ക് പൊസിഷൻ കൂടെ ഒന്ന് പറയാം. ഞാൻ ഇടയ്ക്കുള്ള കുറച്ച് മനഃപൂർവ്വം വിട്ടതാണ്. എല്ലാം കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു പോകും. പൊസിഷൻ ഒന്ന് പറഞ്ഞു പോകും. എനിക്ക് ഈ കാണുന്ന ടെക്സ്റ്റ്, അതിൻ്റെ ബാക്കിൽ കാണുന്ന ആ ഒരു എഫക്റ്റ്, ഇതിൻ്റെ പിന്നിൽ എനിക്കിത് കൊണ്ടുപോകണം. ഇപ്പോൾ ഞാൻ ബാക്ക്വേഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഡിസൈന് മണ്ടയിൽ കയറി വരികയും ടെക്സ്റ്റ് പിന്നിൽ പോവുകയും ചെയ്യും. ഇനി എനിക്കിതിനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരണമെങ്കിൽ ഫോർവേഡ് കൊടുക്കാം. ഒരു സ്റ്റെപ്പ് ബാക്കിൽ പോകണമെങ്കിൽ ടു ബാക്ക് കൊടുക്കാം. ഫ്രണ്ടിൽ കൊണ്ടുപോയി ടു ഫ്രണ്ട് കൊടുക്കാം. ഓക്കെ. ഇനി അലൈൻ എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടൂളാണ് അലൈൻ. എനിക്ക് നിങ്ങൾ കാണും ഈ വി ടീച്ച് ഹൗ ടു ഡിസൈൻ ഉണ്ടല്ലോ, അത് ഒരു സെൻട്രൽ അല്ല കിടക്കുന്നത്, ഒരല്പം മാറിയൊക്കെ കിടക്കും. എനിക്കതിനെ സെൻട്രലിൽ കിട്ടണം. അലൈൻ എടുത്തിട്ട് സെൻട്രൽ പൊസിഷനിൽ കൊടുക്കുക. കൃത്യം സെൻട്രലിൽ വരികയാണ്. എവിടെ മാറി മാറി കിടന്നിരുന്നാലും നമുക്കിതുപോലെ ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് പൊസിഷൻ എടുത്ത് അലൈൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെൻറ്ററിൽ കൊണ്ടുവരാൻ സാധിക്കും. ഇനി കൃത്യം മിഡിലായിട്ട് വരണമെന്നുണ്ടെങ്കിൽ മിഡിൽ കൊടുക്കാം. ഇനി ടോപ്പ് വരണമെങ്കിൽ ടോപ്പ് ക്ലിക്ക് ചെയ്യാം. ബോട്ടം വേണമെങ്കിൽ ബോട്ടം ക്ലിക്ക് ചെയ്യാം. എനിക്ക് മിഡിൽ, ടോപ്പ്, പഴയ പൊസിഷനിനോട് ഏകദേശം അടുത്ത് വരുന്ന രീതിയിൽ തെറ്റി പൊസിഷൻ
അലൈൻ സെൻറ്റർ. ഇതാണ് എനിക്ക് വേണ്ടത്. ഒരു കാര്യം കൂടി അറിയിച്ചോട്ടെ, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഓലാപ്പിൻ്റെ ടെലഗ്രാം ചാനൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും ആ ചാനലിൽ ജോയിൻ ചെയ്യാം. ചെയ്യുന്ന വീഡിയോകളുടെ പി ഡി എഫ് വെർഷൻ കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. എലമെൻറ്റ്സ്, ഞാൻ അടുത്തതായിട്ട് കുറച്ച് ഷേപ്പുകൾ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുക. അപ്പോൾ എലമെൻറ്റ്സ് ക്ലിക്ക് ചെയ്യുക. അതിനകത്തുനിന്ന് ഈ സർക്കിൾ ഷേപ്പ് കൊണ്ടുവരികയാണ്. സർക്കിൾ ഷേപ്പ് ഇതിനകത്ത് കൊണ്ടുവരികയാണ്. ഓക്കെ, ഇനി ഒരു ഷേപ്പ് കൊണ്ടുവരാം. സി ഓൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഷേപ്പുകളും നമുക്ക് കാണാം. ഓക്കെ, എനിക്ക് ഇതിനകത്ത് ഒരു കളർ മാറ്റി, ഒരു ബ്ലാക്ക് കളർ, എന്നിട്ട് അതിനൊന്ന് ചെറുതാക്കി ഇങ്ങനെ പ്ലേസ് ചെയ്യും. ഇനി ഇതിനെ ഒന്ന് ചെറുതാക്കി, ഇത് ഒന്ന് ചെറുതാക്കി, രണ്ട് വിരൽ ഉപയോഗിച്ച് നമുക്കിതിനെ വലുതാക്കാനും ചെറുതാക്കാനും സാധിക്കും. ഓക്കെ, വീണ്ടും എലമെൻറ്റ്സ് എടുത്ത് ഒരു സ്റ്റെപ്പ് മുകളിൽ കാണുന്ന ആരോ ക്ലിക്ക് ചെയ്ത് ബാക്ക് പോവുക. നമുക്ക് ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. നമ്മൾ വരുന്ന എപ്പിസോഡുകൾ നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യാതെ കാണുക. ഒരുപാട് സാധ്യതകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ക്യാൻവ എന്ന് പറയുന്നത്. ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഡിസൈനിൽ ചെയ്യാൻ പറ്റും. ഞാൻ ഈ ചെയ്യുന്ന ഡിസൈൻസ് നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ നടത്തി നോക്കുക. എത്രത്തോളം കൂടുതൽ നിങ്ങളിതിൽ വർക്ക് ചെയ്യുന്നു, നിങ്ങൾ അത്രയും എക്സ്പേർട്ടായിട്ട് ഇതിനകത്ത് മാറും. ഓക്കെ, ഒരു ഡിസൈനും കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്ത് വെച്ചു. നമ്മൾ ഇത് ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ക്യാൻവ തരുന്നത് ഡിസൈൻ്റെ ടെംപ്ലേറ്റ് ആണ്. നമ്മൾ ആ ടെംപ്ലേറ്റിൽ അവർ അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടാവും. കഴിവതും ഡിസൈനിൻ്റെ നമുക്ക് തോന്നുന്ന പോലെ പച്ച, മഞ്ഞ അങ്ങനെയൊക്കെയുള്ള കളർ വാരി അതിനകത്ത് ഫിക്സ് ചെയ്യാതെ എന്താണോ തന്നിരിക്കുന്ന ടെംപ്ലേറ്റ് അതിൻ്റെ അതേപോലെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സിമ്പിൾ ഡിസൈനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ഞാനിത് ആദ്യം പറഞ്ഞ സർപ്രൈസ് റിവീൽ ചെയ്യാണ്. എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഈ മാജിക് മീഡിയയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്തൊക്കെ എടുക്കാൻ സാധിക്കും. ഇതൊരിക്കലും ഒരു ഫ്രീ വെർഷനിൽ നമുക്കത് ഡിസൈൻ ചെയ്ത് ഇങ്ങനെ ഇത്തരത്തിൽ ഇമേജ് എടുക്കാൻ പറ്റില്ല. നമുക്കൊന്ന് കൊടുക്കാം. ഈ ഇമേജ് ജനറേഷൻ ഒന്ന് കൊടുക്കാൻ പോവുകയാണ്. ഹാപ്പി കിഡ്സ് ജനറേറ്റ് ഇമേജ്.
ഇപ്പോൾ എ ഐയുടെ സഹായത്താൽ ഇമേജ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഫ്രീ വെർഷനിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഇത്തരത്തിൽ എ ഐ ഇമേജുകൾ ജനറേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. പെയ്ഡ് വെർഷനിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതൊരു പെയ്ഡ് വെർഷനാണ്, കൂടാതെ എഡ്യൂക്കേഷൻ വെർഷൻ കൂടെയാണ്. ഇപ്പോൾ ഞാൻ ഈ ഇമേജ് എനിക്ക് അതിനകത്ത് ഉൾപ്പെടുത്താം. അപ്പോൾ ഞാൻ അതിൽ ഒരു സിംഗിൾ ക്ലിക്ക് മാത്രമേ ചെയ്തുള്ളൂ. ആ ഇമേജ് വന്നു. ഇമേജിനെ ഒന്ന് വലുതാക്കി ഇതിൻ്റെ ഒരു താഴെയായിട്ട് ഇങ്ങനെ വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി മുഴുവനും വേണ്ട, കുറച്ച് ഭാഗം മതി. കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇനി സർപ്രൈസ് റിവീൽ ചെയ്യാണ്. നമുക്ക് ഈ ഫേസ്ബുക്കോ യൂട്യൂബ് തുടങ്ങിയ ചാനലിനകത്ത് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ തുകയ്ക്ക് 100, 200, 300 രൂപയ്ക്കൊക്കെ നമുക്ക് എഡ്യൂക്കേഷണൽ ക്യാൻവ വേർഷൻസ് അവൈലബിൾ ആണ്. നിങ്ങളതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, ഈ ചെറിയ എമൗണ്ടിൽ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ക്യാൻവയുടെ എഡ്യൂക്കേഷൻ വെർഷൻസ് നിങ്ങൾക്ക് അവരിൽ നിന്ന് വാങ്ങാം. കുറച്ച് തുകയല്ലേ ഉള്ളൂ. ലൈഫ് ലോങ് എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ പലതും ലൈഫ് ലോങ് കിട്ടാറില്ല. ഒരു 3 മാസം 4 മാസം കിട്ടിയാലും അത് മുതലാവും. ചെയ്യുന്നവർക്ക് സ്ഥിരം ഇത് എല്ലാവർക്കും ആവശ്യമില്ല. ഇപ്പോൾ സ്കൂളിലെ അധ്യാപകരൊക്കെ ആണെങ്കിൽ വെറും ഈ ഫ്രീ വെർഷനിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. ഒട്ടനവധി ടെംപ്ലേറ്റ്സ് നമുക്ക് കിട്ടും. ഫ്രീ ടെംപ്ലേറ്റ്സ് എടുത്ത് ഫ്രീ ടെംപ്ലേറ്റ്സിൽ തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കും. കൂടുതലായിട്ട് ഇമേജസ് ഈ യൂട്യൂബിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഈ കോപ്പിറൈറ്റഡ് അല്ലാത്ത ഇമേജുകളാണ് കൂടുതൽ ആവശ്യം വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ പർച്ചേസ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. എനിക്കങ്ങനെ റെക്കമെൻഡ് ചെയ്യാനായിട്ട് ആരുമില്ല, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. നമുക്ക് വിശ്വസനീയമായിട്ടുള്ള ആരുമില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഫ്രീ വെർഷനിൽ നിങ്ങൾ ചെയ്ത് നന്നായിട്ട് പഠിക്കുക, പഠിച്ച് നല്ല രീതിയിൽ തെളിയുക, ഓലാപ്പിൻ്റെ കൂടെ നിൽക്കുക. നമ്മൾ ഇനി അടുത്ത് വരുന്ന എപ്പിസോഡിൽ കൂടുതൽ മനോഹരമായിട്ട് എങ്ങനെ ക്യാൻവയിൽ ഡിസൈൻ ചെയ്ത് നിങ്ങൾക്ക് തന്നെ മനോഹരമായിട്ടുള്ള വർക്കുകൾ ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങൾ ഭംഗിയാക്കാൻ സാധിക്കും. ഓലാപ്പുമായി സഹകരിച്ച എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക,